നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഇപ്പോൾ ഒരാൾ കണ്ണുപൊട്ടനായിട്ടുള്ള ഒരാൾ കിണറ്റിലേക്ക് വടികുത്തി വീഴാൻ പോവുകയാണെന്ന് വിചാരിക്കുക. അത് നമ്മൾ സുഖമായിട്ട് നോക്കി നിൽക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെന്താ മനുഷ്യത്വം ഉള്ളത്? ഇപ്പോൾ നമ്മുടെ സഹോദരന്മാർ നരകത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്കറിയാതെ. അതുകൊണ്ടാണല്ലോ നമ്മൾ നിസ്കരിക്കുന്ന നോമ്പൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരതിന് തടയുക, അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളത് നമ്മളെ മാനുഷികമായ ബാധ്യതയില്ല. അത് നമ്മൾ ചെയ്യാതിരുന്ന നമ്മളൊരു മനുഷ്യനാണോ? അപ്പോൾ അത് നമ്മുടെ സാമൂഹ്യമായൊരു ബാധ്യതയാണ്, വ്യക്തിപരമായ ബാധ്യതയാണ്. അത് നിർവഹിക്കാൻ നിങ്ങൾ തയ്യാറാവുക മാത്രമേ വേണ്ടുള്ളൂ. ഇപ്പോൾ ഞാനൊരു റിയാൻ്റെ മാത്രം സംഭവമല്ല, ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കോഴിക്കോട് ഒരു ഡോക്ടറുണ്ട്. അദ്ദേഹത്തിന് അമേരിക്കയിലുള്ള ഒരു ഫ്രണ്ട് അയച്ച കത്തിലൊരു വിവരം പറഞ്ഞു. അവിടെ UKG പഠിക്കുന്നൊരു പെൺകുട്ടീനോട് അവിടുത്തെ ഒരു ടീച്ചർ ചോദിച്ചു, ഭാവിയിൽ എന്താകണം ആഗ്രഹം. മൊത്തം ക്ലാസ് ചോദിച്ചാണ്. പല കുട്ടികൾ എഴുതി എനിക്ക് ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണമെന്നൊക്കെ പറഞ്ഞ് എഴുതി. ഒരു കുട്ടി എഴുതി സഹാബാന്ന്. അപ്പോൾ ടീച്ചർക്ക് മനസ്സിലായില്ല എന്താ സഹാബാന്ന്. അപ്പോൾ ടീച്ചർ ഈ കുട്ടീനോട് ചോദിച്ചു, എന്താ നിങ്ങൾ ഭാവിയിൽ സഹാബാന്ന് ആണെന്ന് പറഞ്ഞപ്പോൾ എന്താ അതിനർത്ഥം? അപ്പോൾ കുട്ടി പറഞ്ഞു, ഐ ഡോണ്ട് നോ വാട്ട് ഈസ് സഹാബ ബട്ട് ദേ വർ ഗുഡ് പീപ്പിൾ എന്ന് പറഞ്ഞു. അപ്പോഴും ടീച്ചർക്ക് മനസ്സിലായില്ല. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്തു, അവിടുത്തെ രീതി അനുസരിച്ച് രക്ഷിതാക്കളായിട്ട് ബന്ധപ്പെടും. അപ്പോൾ ടീച്ചർ രക്ഷിതാവിനോട് വിളിച്ചു, അതിൻ്റെ ഉമ്മാനെ വിളിച്ച് ചോദിച്ചു, നിങ്ങളെ കുട്ടീനോട് ഭാവിയിൽ എന്താകണം എന്ന് ചോദിച്ചപ്പോൾ സഹാബ എന്നാണ് പറഞ്ഞത്. എന്താണ് ഈ സഹാബ? അപ്പോൾ ഫോണിലൂടെ ഈ ടീച്ചർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചും സഹാബികളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു. ഇന്ന് ആ ടീച്ചർ മുസ്ലിമാണ്, അമേരിക്കയിലെ ഈ ടീച്ചർ മുസ്ലിം. അപ്പോൾ ഒരു LKG കുട്ടിയാണ് ഈ ടീച്ചറെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നത്. ഇത്രയും പ്രശ്നമുള്ളൂ, അവരെ ചിന്തിക്കാനുള്ള അവസരങ്ങളുണ്ടാക്കി. ഒരിക്കൽ കമലാ സുരയ്യ മുസ്ലിമായ ദിവസം വൈകുന്നേരം ഞാൻ പോയി കണ്ടിരുന്നു, നോമ്പുള്ള ദിവസമാണത്. ഞാൻ അവരെ കണ്ടപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അവർ പറഞ്ഞു, 20 കൊല്ലം മുമ്പ് ആരെങ്കിലും ഒരു ഖുർആൻ പരിഭാഷ എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ അന്ന് തന്നെ മുസ്ലിം ആകുമായിരുന്നു. അപ്പോൾ എത്രയോ കമലാ സുരയ്യമാർ നമ്മുടെ ഇടയിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. അവർക്ക് ഇസ്ലാമിനെ പറ്റി അറിഞ്ഞുകൂടാ. അത് എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഒരു സാമൂഹ്യ ബാധ്യതയായിട്ട് നമ്മൾ കാണണം. മുസ്ലിങ്ങളെ അള്ളാഹു ഖലീഫ എന്നാണ് വിശേഷിപ്പിച്ചത്. ഖലീഫ എന്ന് പറഞ്ഞാൽ അംബാസിഡർ എന്നർത്ഥം, പ്രതിനിധി. അള്ളാഹുവിൻ്റെ പ്രതിനിധികളെ. നമ്മൾ കോളേജിലാണെങ്കിൽ അവിടെ അള്ളാഹിൻ്റെ പ്രതിനിധിയാണ്. നമ്മൾ കച്ചവട സ്ഥലത്താണെങ്കിൽ അങ്ങാടിയിലാണെങ്കിൽ അവിടെ നമ്മൾ അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണ്. നമ്മളൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെങ്കിൽ അവിടെ നമ്മൾ അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണ്. അള്ളാഹുവിൻ്റെ പ്രതിനിധിക്ക് എന്താ ജോലി? അംബാസിഡർക്ക് എന്താ ജോലി? അമേരിക്കയിലെ അംബാസിഡർക്ക് ഇന്ത്യയിൽ എന്താ ജോലി? അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കലാണ്. അതേപോലെ ഇന്ത്യൻ അംബാസിഡർ അമേരിക്കയിലുണ്ടെന്ന് വിചാരിക്കും. അയാളുടെ ജോലി എന്താണ്? അവിടുത്തെ പാർട്ടി ചെയറിലല്ലല്ലോ, അവിടുത്തെ കാര്യങ്ങൾ ഇടപെടലല്ല, ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ്. അതുപോലെ നമ്മളെവിടെയായാലും ഇസ്ലാമിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം. നമ്മളൊരു ദായികളായി മാറണം, അള്ളാഹുവിൻ്റെ ഖലീഫമാരായി മാറണം. അത് വളരെ ഉന്നതമായൊരു സ്ഥാനമാണ്. പ്രവാചകന്മാരുടെ കണ്ണിയിലെ പരമ്പരയിലെ ഇന്നത്തെ കണ്ണിയാണ് ഞാൻ എന്ന ബോധമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ, മൂസ അലൈഹിസ്സലാമിൻ്റെ, യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ, യൂനുസ് അലൈഹിസ്സലാമിൻ്റെ, അങ്ങനെയുള്ള യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ ആ പരമ്പരയിലെ ഇന്നത്തെ പ്രതിനിധി നമ്മളാണ്. ആ വലിയൊരു സ്ഥാനമാണത്, ഉന്നതമായൊരു സ്ഥാനമാണ്. അതിൻ്റെ ഒരു പ്രതിനിധിയാണെന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പം നമ്മളെ പ്രവർത്തിക്കാൻ സന്നദ്ധമാകും. എന്തോ ഒരു കടമ, എന്തോ ഒരു ആൾ ഏൽപ്പിച്ചൊരു കാര്യം ചെയ്യുന്നു എന്നുള്ള നിലക്കല്ല. നമ്മുടെ ബാധ്യത, നമ്മൾ ആരാണെന്നുള്ളതിൻ്റെ ബാക്കി ഭാഗമാണ്. സെൽഫ് ആക്ച്വലൈസേഷൻ്റെ ഭാഗമാണ്, സെൽഫ് റിയലൈസേഷൻ്റെ ഭാഗമാണ്. നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം നമ്മൾ ആരാണെന്ന്. നമ്മൾ അള്ളാഹുവിൻ്റെ പ്രതിനിധികളാണ്. അപ്പോഴാണ് നമ്മൾ ഉയരുന്നത്. മാലാഖമാരേക്കാൾ ഉയരുന്നത് അപ്പോഴാണ്. മണ്ണുകൊണ്ടാണ് നമ്മളെ പഠിച്ചതെങ്കിലും നമ്മുടെ ഈ പ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ നമ്മൾ അമ്പിയാക്കളുടെ കൂടെ വരികയാണ്, പ്രവാചകന്മാരുടെ കൂടെ വരികയാണ്, ആ ഒരു ഉന്നത സ്ഥാനത്തേക്ക് വരികയാണ്. അങ്ങനെയുള്ളൊരു ദൗത്യം നിർവഹിക്കാൻ നിങ്ങൾ സന്നദ്ധമാകുക എന്നാണ് ഞാൻ ഈ സമയത്ത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ വിഷയത്തിൽ കൂടുതലും പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യണം എന്നുള്ളവർക്ക് ദേവ വളരെ സിമ്പിളാണെന്നും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാകുന്ന വിധത്തിൽ ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. 125 പേജുള്ള ബുക്കാണ്. ദൈവ തത്വവും പ്രയോഗവും എന്നാണ് അതിൻ്റെ പേര്. അതിൽ ദൈവത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചും എങ്ങനെ ഒരു നല്ല ദായിയാകാം എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. നിങ്ങൾ സൗകര്യപ്പെടുമെങ്കിൽ ആ ബുക്ക് വാങ്ങി വായിക്കുക, മറ്റുള്ളവരെ കൊണ്ട് വായിപ്പിക്കുകയും ചെയ്യുക. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.